ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാ പൃഥ്വി. ആണോ? ഇന്നെങ്ങും പോവാതെ എന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മാത്രം മതി. അതാ പൃഥ്വിക്ക് ഇന്ന് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒരു കണക്കിനെ അവളെ ആരുടെയെങ്കിലും തലയെ കെട്ടിവെച്ച് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. അതെ, അതും പറഞ്ഞ് എന്റെ അഞ്ജുവിനെ കല്യാണം വൈകിപ്പിക്കാനും തടയാനും ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ധൃതിയൊന്നും വെക്കണ്ട. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയൊക്കെ കിട്ടി സെറ്റായാൽ ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷെ അതിനുവേണ്ടി ഇപ്പോഴേ ആലോചിക്കണ്ടെന്ന് ആശയോടൊന്ന് പറഞ്ഞേക്ക്. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നേ, അല്ലേ ഗിരിജേ? അല്ലാതെ പിന്നെ നിനക്ക് യോജിച്ചൊരു കല്യാണം ഞങ്ങൾ കണ്ടെത്തും. നീ അത് സമ്മതിച്ചോണം. അഷി ഇപ്പൊ പറഞ്ഞ ആലോചന എല്ലാം കൊണ്ട് ശരിയായ ഇത് തന്നെ നമുക്കങ്ങ് നടത്താം. അതെ, കല്യാണക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. അല്ലാതെ ഉത്തരവാദിത്തം ഒഴിവാക്കാൻ വേണ്ടി നിർബന്ധിച്ച് കല്യാണം നടത്താനൊന്നും പാടില്ല. അതെ, അതുപോലെ ഇവർക്ക് മനസ്സിലാവോ? ഇവര് നോക്കുന്നത് സ്വത്തും പണവും മാത്ര. കാശ് മാത്രം നോക്കി കൊമ്പത്ത് കയറാൻ നോക്കിയാലേ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ദുർഗയുടെ കാര്യം പറയുമ്പോ അമ്മ ഇതൊക്കെ മറന്നു പോകുന്നുണ്ടോ? ഏത് നേരവും ദുർഗയെ കെട്ടിക്കണം എന്നുള്ള വിചാരമാണല്ലോ അമ്മയ്ക്ക്. അതെന്താ ഗിരിജെ, അവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ ഞാൻ തന്നെ മുൻകൈ എടുക്കണമല്ലോ. നിങ്ങൾ ആരും അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദുർഗയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുക എന്നത് എന്റെ സ്വപ്ന. നാത്തുമ്മ, നമുക്ക് അപ്പുറത്തെങ്ങാനും പോയിരുന്നു സംസാരിക്കാം. ഇവിടെ എന്നാ ശരിയാവില്ല. അതെ, സ്വന്തം വീട്ടിലുള്ളവരാണല്ലോ എന്ന് കരുതി പറഞ്ഞപ്പോ പുറത്തുള്ളവരെക്കാൾ കുശുമ്പ ഇവിടെയുള്ളവർക്ക്. വാ ഗിരിജേ, പോവാം. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കും. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, മേനോൻ സാർ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ പോയി ഓയിൽ എടുക്കണമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞോ? നിനക്കറിയാന്നുള്ള ടീംസാണ്. തമിഴ്നാട് ബോർഡർ കാടിനുള്ളിൽ അവർ തന്നെ വളർത്തി അവർ തന്നെ പ്രോസസ് ചെയ്തെടുക്കുന്ന ഓയിലാ. നല്ല ഫൈൻ ക്വാളിറ്റി. അതാണ് എക്സ്പോർട്ടിങ്ങിന് എടുക്കുന്നത്. ശരി. മുൻപ് ആന്ധ്രാപ്രദേശിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ടീംസാണ്. ഓ, എനിക്കറിയാം അവരെ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിൽ പോയി ഡീല് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഡീൽ കഴിഞ്ഞ് വിളിച്ചാ മതി. ഓക്കെ. ഹലോ. ഹലോ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അത് സാരമല്ല, എന്താണെങ്കിലും പറഞ്ഞോളൂ. മെയിനോൻ എക്സ്പോർട്ടിങ്ങിനായി ലഹരിക്കുള്ള ഓയിൽ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. ഇവിടെ അത് എക്സ് വഴിയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. അതിന് സാധ്യതയുണ്ട്. ബോർഡറിലെ കാടുകളിൽ ഓയിൽ ഉണ്ടാക്കുന്നതായിട്ട് അറിവുണ്ട്. ഒന്ന് മോണിറ്റർ ചെയ്താൽ ഒരുപക്ഷെ എക്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയേക്കും. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഇക്കാര്യം വേണ്ട രീതിയിൽ ചെയ്തോളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എക്സ് നേരിട്ട് ഇങ്ങനെ ഒരു ഡീലിന് പോകാൻ സാധ്യതയില്ല. അയാൾ ആരെയെങ്കിലും അയച്ചാൽ അതെങ്ങനെ കണ്ടുപിടിക്കും? എന്തായാലും പൃഥ്വിയുടെ മൂവ്മെന്റ്സിനെ ഒന്ന് ട്രേസ് ചെയ്യാൻ അഖിലിനെ വിളിച്ചു പറയാം. അഖിൽ,
വാലന്റൈൻസ് ഡേ. എന്താ ഞാൻ എന്താ ഇതാ? ഓക്കെ. താങ്ക് യു. ഇനി എന്റെ ഗിഫ്റ്റ് ഇതാ. എനിക്കില്ലേ? ആ മറന്നുവല്ലേ? ഇല്ലല്ലോ. പക്ഷെ ഇത്ര നേരത്തെ താൻ ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് പ്രതീക്ഷിച്ചില്ല. താനിക്കുള്ള ഗിഫ്റ്റ് വരുന്നേ ഉള്ളൂ. ഓ വരുന്നേ ഉള്ളോ? എവിടുന്ന്? ആരാ കൊണ്ടുവരുന്നേ? അതൊക്കെ വരും പറഞ്ഞാ മതി. ഇതൊന്നും അല്ല, പൃഥ്വി മറന്നതാ. ഏ? ഞാനിപ്പോ ഈ ഗിഫ്റ്റ് തന്നപ്പോ പൃഥ്വി പെട്ടുപോയി. ഹേയ്. സോ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ലേ ഈ ഗിഫ്റ്റ് വരുമെന്നൊക്കെ. ഇനി ഞാൻ അറിയാതെ എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞ് ഗിഫ്റ്റ് വരുത്തും. അതല്ലേ പൃഥ്വിയുടെ മനസ്സില്? ഷോ, താനിത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എന്തൊരു ബുദ്ധിയാ നിനക്ക്. ഇനി പിന്നെ എന്ത് ചെയ്യും? എന്നെ കളിയാക്കുവല്ലേ? എടോ, വൈകിട്ടെ നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഗിഫ്റ്റ് ഒക്കെ അവിടെയാ. ആണോ? ആന്നേ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേലും ഒരു കുഴപ്പമില്ല. അതെന്താ? എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാ പൃഥ്വി. ആണോ? ഇന്നെങ്ങും പോവാതെ എന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മാത്രം മതി. അതാ പൃഥ്വിക്ക് ഇന്ന് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. മേനോൻ സാർ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ പോയി ഓയിൽ എടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് എന്റെ അടുത്ത് തന്നെ നിൽക്കണം. ബേബി, എനിക്കിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നെ കാണാനും സംസാരിക്കാനും സമയം കിട്ടില്ല ബേബി. ഞാൻ 1-2 ദിവസത്തേക്ക് ഫ്രീ ആവാം. എന്നിട്ട് നമുക്ക് ഗോവയിലോ ചിറാപുഞ്ചിലോ ഒക്കെ പോയി കറങ്ങിട്ട് വരാം.